ഹല്ലേലൂയ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടുകൂടെ റവറൻഡ് ഉമ്മൻ എം ഉമ്മനുണ്ട്. ബിജു അച്ഛൻ എന്ന് എല്ലാവരും വിളിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ. 28 വർഷങ്ങളോളം CSI സഭയുടെ ഒരു വൈദികനായി ശുശ്രൂഷ ചെയ്ത ശേഷം ദൈവം തനിക്ക് കൊടുത്ത പ്രത്യേക നിയോഗം ഏറ്റെടുത്ത് സ്നാനപ്പെടുകയും പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് മാറുകയും ചെയ്ത ബിജു അച്ഛൻ തുടർന്ന് ദൈവിക ആലോചന പ്രകാരം അദ്ദേഹം ഒരു പെന്തക്കോസ്ത് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ കോട്ടയം സഭയുടെ ശുശ്രൂഷകനാണിപ്പോൾ. വൈദിക വൃത്തി ഉപേക്ഷിച്ച് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ട ബിജു അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ, പിന്നിട്ട വഴിത്താരകൾ, ദൈവം അദ്ദേഹത്തെ നടത്തിയ വിധങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ സംബന്ധമായ അറിവുകൾ, അനുഭവങ്ങൾ ഒക്കെ ഇപ്പോൾ നമ്മളോട് പങ്കുവെക്കുന്നു. സ്വാഗതം ചെയ്യാം ബിജു അച്ഛനെ. അച്ഛ, 28 വർഷങ്ങൾ CSI സഭയുടെ ഒരു പുരോഹിതനായിരുന്നു. പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുവാൻ അച്ഛന് വളരെ ഈസി ആയിട്ടല്ല വന്നതെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അച്ഛൻ നയിക്കപ്പെട്ടത്, ആ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തത് എങ്ങനെയാണെന്നൊന്ന് പറയാം. ഒരു കാര്യത്തിൽ അത് ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. മാനുഷ്യമായ ചിന്തയിൽ ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് പുറത്തിറങ്ങുക എന്നത് അസാധ്യമാണ്. കാരണം വർഷങ്ങളോളം CSI എന്ന സഭയോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ധാരാളം അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെയായി ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്വർഗത്തിലെ ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടു എന്നൊരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട്. പക്ഷെ അത് നമ്മൾ വന്ന ആ സമയത്ത് നമുക്കത് വെളിപ്പെടുവാനായിട്ട് സാധ്യമല്ല. അപ്പം ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് എത്തേണ്ട സമയത്ത് ദൈവം അവരെ എത്തിച്ചിരിക്കും എന്ന് ഞാൻ ഇന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അതിൻ്റെ അനന്തര ഫലമാണ് 2014 ഞാൻ സ്നാനപ്പെട്ടു. മാർച്ച് മാസം 12-ാം തീയതി ഞാൻ സ്നാനപ്പെട്ടു. 2015 മാർച്ച് മാസം 23-ാം തീയതി മേലുകാവ് ക്രൈസ്റ്റ് കത്തീഡ്രൽ ഇടവകയുടെ വികാരി എന്നുള്ള ശുശ്രൂഷയിൽ നിന്ന് സ്വമേധയ പുറത്തേക്ക് ഞാൻ ഇറങ്ങി വന്നത്. അപ്പോൾ ആ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഒരു വർഷം കൂടെ ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം ആ ഇടവകയിലെ ശുശ്രൂഷ ചെയ്തു. എങ്കിലും എനിക്കത് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നൊരു ബോധ്യം ഉള്ളിൽ വരികയും ദൈവദാസന്മാരുടെ ആലോചനകൾ ആ സമയങ്ങളിൽ സമയങ്ങളിൽ എനിക്ക് ലഭിച്ചതുകൊണ്ട് അതെനിക്ക് ഉറപ്പായിട്ടൊരു തീരുമാനം എടുക്കുവാനായിട്ട് സാധിച്ചു. അതിനോടടയ്ക്ക് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, അച്ഛാ, അതിലേക്ക് വരുന്നതിന് മുമ്പേ അച്ഛൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം, കറുകച്ചാലിലാണ് ജനിച്ചു വളർന്നത്. അവിടുത്തെ ഒരു CSI കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെന്ന് ഞാൻ കേട്ടു. അപ്പം ആ കുടുംബ പശ്ചാത്തലം, അച്ഛൻ്റെ ആ കുടുംബ പശ്ചാത്തലം, വളർന്നു വന്ന സാഹചര്യങ്ങൾ, മാതാപിതാക്കള്, കുടുംബം, ആ കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാം. എൻ്റെ പിതാവ് കറുകച്ചാലിനടുത്ത് പനയമ്പാല എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ കുടുംബ വീട്. 1911 കാലഘട്ടത്തിൽ CMS മിഷണറിമാർ വന്ന സമയത്ത് എൻ്റെ ഫാദറിൻ്റെ വല്യപ്പച്ചൻ റവറൻ MB ഉമ്മൻ, അദ്ദേഹം പിന്നീടാണല്ലോ CSI ആയ വല്യപ്പച്ചൻ പുരോഹിതനായിരുന്നു 1911 കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ ആ തലമുറയിൽ മക്കളുടെ മക്കളിൽ പിന്നീട് ഞാനാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. ആ സമയത്ത് കുടുംബത്തിൽ എന്നാൽ ധാരാളം വൈദികരുണ്ട്, ഒരു ബിഷപ്പും ഉണ്ട്. അപ്പം ഈ MB ഉമ്മനച്ഛൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ MB ചാക്കോയുടെ മകനാണ് മാണി ബിഷപ്പ്, MC മാണി ബിഷപ്പ്. അപ്പോൾ ആ പശ്ചാത്തലം ഉണ്ട്. അപ്പം ധാരാളം പട്ടക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം എന്നെ വിളിക്കുന്ന ഒരു കാലഘട്ടം 1982 ഞാൻ BCom പാസ്സായി പഠനം കഴിഞ്ഞു. എവിടെയായിരുന്നു പഠിച്ചത്? ഞാൻ പഠിച്ചതൊക്കെ കട്ടപ്പന. ഞങ്ങൾ ഫാദർ കട്ടപ്പനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അവിടെ ചെന്ന് അവിടെ ഒരു യൂണിയൻ ചർച്ചിലാണ് ഞങ്ങൾ വണ്ടമ്മയുടെ വെള്ളിമല എന്ന് പറയുന്ന സ്ഥലത്ത് CSIയും മർത്തോമയും
ഓർത്തഡോക്സുകാരും കൂടെ ഉള്ള ഒരു പ്രത്യേക CSI ഒരു സഭ. അങ്ങനെ വേറെ എവിടെയെങ്കിലും സഭയുണ്ടോ അറിയാം? അങ്ങനെ എങ്ങാണ്ട് അവിടെ അടുത്തൊരു സഭ ഉണ്ടായിരുന്നു, അതൊന്നും അത്ര പ്രായോഗികമല്ല. പക്ഷെ ഇത് വർഷങ്ങളോളം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സഭയാണ്. അതില് പ്രത്യേകത എന്ന് പറഞ്ഞാൽ CSI ആരാധനയെ പങ്കെടുക്കാന്നല്ല, അതിൽ ഓർത്തഡോക്സുകാരും എല്ലാവരും ഒന്നിച്ചുള്ളൊരു പക്ഷെ അന്ന് CSIയുടെ ആയിരിക്കും കർത്തൃമേശയും കാര്യങ്ങളുമല്ല, അത് അവര് മാത്രം പങ്കെടുക്കും. മർത്തോമക്കാരുടെ സഭ വരുമ്പോൾ എല്ലാവരും പങ്കെടുക്കും, പക്ഷെ അന്ന് അവരുടെ ശുശ്രൂഷയായിരിക്കും. CSIക്ക് 2 തവണയും മറ്റ് മർത്തോമയ്ക്ക് 1 തവണയും ഓർത്തഡോക്സുകാർക്ക് 1 തവണ. അപ്പോൾ എല്ലാവരും അവരുടേതായ നിലയിൽ ആ ശുശ്രൂഷ. പക്ഷെ ഇതിൽ ഞങ്ങൾ എല്ലാവരും പങ്കാളികളാണ്. അതൊരു വലിയ ഒരു അനുഭവമാണ്. അത് ഇന്നും ആ സഭ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് എൻ്റെ കുട്ടിക്കാലത്ത് ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറേ അകലമാണ്, 10-15 കിലോമീറ്റർ അകലെയായിരുന്നു ഈ ദേവാലയം. എങ്കിലും പിതാവും മാതാവും ഒക്കെ ദേവാലയത്തിൽ ആ വിധത്തിൽ പോവുകയും ഞങ്ങളെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സ്വാധീനമുണ്ട്. എന്നാൽ എനിക്ക് പറയത്തക്കതായ ബേസിക്കായിട്ട് ഒരു സൺഡേ സ്കൂൾ പഠിച്ചു എന്ന് പറയാനല്ല, അല്ലെങ്കിൽ മറ്റൊരു സഭയുടെ മറ്റ് സംഘടനകളിൽ വരാൻ, കാരണം ഈ ഒരു പശ്ചാത്തലമായതുകൊണ്ട് അങ്ങനെ ഒരു പാരമ്പര്യം എനിക്ക് അവകാശപ്പെടുവാനുമില്ല. ഒരു പുരോഹിതനാകാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നോ ചെറുപ്പത്തിൽ? ഇല്ല, പുരോഹിതനാകണമെന്നുള്ള താല്പര്യം എനിക്കില്ലായിരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഒരു സെക്കുലർ ജോലി എവിടെയെങ്കിലും ലഭിക്കണം, അതിനുള്ള അന്വേഷണത്തിലായിരുന്നു. എനിക്ക് തോന്നുന്നു മർത്തോമ സഭയുടെ ഒരു യുവജന സഖ്യം നടത്തിയ പരസ്യയോഗം. അതെ, പരസ്യയോഗം. അത് 1982. സത്യത്തിൽ ഇപ്പൊ അങ്ങനെ മർത്തോമ സഭ പരസ്യയോഗം ഒന്നും നടത്തുന്നത് നമ്മളെങ്ങും കേട്ടിട്ടില്ല. ആ സഭയിൽ ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിലെ ഞാനായിരുന്നു യൂത്ത് ലീഗ് എന്നും പറഞ്ഞ ഒരു സംഘടന ഉണ്ടാക്കി. ഞങ്ങളെല്ലാവരും കുറച്ച് 5-10 ചെറുപ്പക്കാർ. അപ്പോൾ മർത്തോമക്കാർ കോമളി സെൻറ്ററിൽ അവർ വന്നിട്ട് കോമളി ഏരിയയിലും 8 മൈലാണ് അക്കര, ആ ഏരിയയിൽ ഒരു പരസ്യ മീറ്റിംഗ് അവിടെ പകൽ പോവുകയും ട്രാക്റ്റുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു. അന്ന് അവിടെ ഇരുന്ന് അച്ഛൻ എന്ന് മർത്തോമയിൽ ഒരു മെത്രാപ്പോലീത്ത മാത്യൂസ് മാർ മക്കൗറിത്ത് എന്ന് പറയുന്ന തിരുമേനിയാണ്. അദ്ദേഹം അന്ന് അച്ഛനായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം ഉണ്ട്. വളരെ സ്നേഹിച്ച് കൂടെ നിർത്തിയ ഒരു അനുഭവം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് പോയി ഈ ഒരു ചുമതലയും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവരോട് കൂടെ ചേർന്ന് സംബന്ധിച്ചു. ആ സംബന്ധിച്ച രാത്രി 1982 സെപ്റ്റംബർ മാസം 1-ാം തീയതി പരസ്യവേല. അതെനിക്ക് ഓണവാരത്തോടനുബന്ധിച്ചായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഒരു ഓപ്പൺ എയർ മീറ്റിംഗ് അവിടെ നടന്നു. പക്ഷെ അതൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതല്ല. പക്ഷെ അന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ രാത്രി ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദൈവവേലയ്ക്ക് വേണ്ടി ഇനി ഒരു പൂർണ്ണ സമയ ശുശ്രൂഷകനായിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി വേണം. അത് ഞാൻ ആ രാത്രി തീരുമാനമെടുത്ത് ഇനി ഞാൻ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടി എന്നുള്ള ഒരു തീരുമാനമെടുത്തു. അങ്ങനെ സെമിനാരിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ അത് പറഞ്ഞു. അപ്പം വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം വല്യപ്പച്ചൻ ഇങ്ങനെ ഒരു ഇതിലായിട്ട് പാരമ്പര്യമുണ്ട്, പിന്നീട് ആരും വന്നിട്ടില്ല. അപ്പോൾ അവരുടെ ഉള്ളിലും ആ താല്പര്യമുണ്ട്. പക്ഷെ അവർക്ക് വളരെ നിർബന്ധമായ ഒരു കാര്യം, ദൈവവേല എന്ന് പറയുന്നത് അത്ര ഈസിയായ ഒന്നല്ല. അപ്പം കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്തിരിഞ്ഞു പോകരുത്. അതുകൊണ്ട് ആലോചിച്ച് പൂർണ്ണ ബോധ്യം ആയിട്ട് മാത്രമേ ഇറങ്ങാവൂ എന്നൊരു ഉപദേശമാണ് എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് തന്നത്. എൻ്റെ ജനനം തന്നെ വാസ്തവത്തിൽ അതുകൊണ്ടൊന്ന് ഞാൻ പരാമർശിക്കാം. ഞാൻ ജനിച്ചു വീഴുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട മനുഷ്യനാണ്. ആ സമയങ്ങളിൽ എൻ്റെ അമ്മ വീട് ഇവിടെ നീരേറ്റുപുറമാണ്. അവിടെ അന്നുള്ള സൗകര്യം എന്ന് പറയുന്നത് 1960 കാലഘട്ടമാണ്. അപ്പം ഹോസ്പിറ്റലോ മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. വീട്ടിലാണ് പ്രസവം നടക്കുന്നത്. ഞാൻ മൂത്ത മകനായിട്ട് ജനിക്കുന്നു. ആ രാത്രിയിൽ എനിക്ക് ജനിച്ച ഉടനെ ഞാൻ അനാരോഗ്യത്തോടെയാണ് വന്നത്. അത് കാരണം ആ രാത്രി ഞാൻ വെളുപ്പിക്കത്തില്ല എന്ന് പ്രായമുള്ളവരവിടെ പറയുകയും അവർ ആ രാത്രി മണ്ണെണ്ണ വിളക്കുമൊക്കെ കത്തിച്ച് മരണത്തിന് കാത്തിരുന്നു. അന്നേരം എൻ്റെ അമ്മ ഈ അബോധാവസ്ഥ ഉണ്ടല്ലോ, ആ സമയത്ത് അമ്മയുടെ ചെവിയിൽ ആരോ ഇങ്ങനെ പറയുന്ന പോലെ അമ്മയ്ക്ക് ഫീൽ ചെയ്തു, ഇവൻ ഇന്ന് രാത്രി വെളുപ്പിക്കത്തില്ല എന്ന് പറയുന്നത്. കാരണം വല്യപ്പച്ചനും വല്യമ്മച്ചും ഒക്കെ അവർ ഭക്തരായ പ്രാർത്ഥന ഉള്ളവരാ. അങ്ങനെ പറയുമ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ ആദ്യത്തെ കുഞ്ഞാണ്, അവനെ എനിക്ക് കിട്ടും എന്നുള്ള ഒരു ഇത് അമ്മയുടെ ഒരു ഉള്ളിലുണ്ടായിരുന്നു.
അത് കാരണം ആ സമയത്ത് ഞാൻ പിറ്റേ ദിവസം തൊട്ട് എൻ്റെ ആ അവസ്ഥകൾ, മരണത്തിൻ്റെ അവസ്ഥകൾ നീങ്ങിയിട്ട് ജീവിതത്തിലേക്ക് ദൈവമായിട്ട് എന്നെ കൊണ്ടുവന്നു. അതും ഇതിൻ്റെ ഒരു ദൈവികമായ ഇടപെടലും ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഭാഗം. അതാ ഞാൻ ആദ്യം പറഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ ദൈവം കണ്ടു വേർതിരിച്ചു എന്നുള്ളത്. പക്ഷെ അത് ബോധ്യപ്പെടാനായിട്ട് ഒരു 10-22 വർഷം കഴിഞ്ഞു. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ മോശമായിട്ട് നടന്ന ഒന്നുമില്ല. മാതാപിതാക്കന്മാരെ അനുസരിച്ചും സ്നേഹിച്ചും ബഹുമാനിച്ചും ഒക്കെ തന്നെ പോയത്. അങ്ങനെ തന്നെയായിരുന്നു ചെറുപ്പത്തിൽ. അല്ലാതെ മദ്യപിക്കുകയോ പോവലിക്കുകയോ എൻ്റെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കട്ടപ്പനയിൽ തന്നെയാണ്. കട്ടപ്പനയിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്ത് പോയത്. മറ്റ് വലിയ സൗകര്യങ്ങൾ കോളേജിൽ പോയി പഠിക്കാൻ ഇല്ലാഞ്ഞുകൊണ്ട് സ്കൂളുകളിൽ, അവിടെ അടുത്തൊരു സ്കൂളുകളിലും, അത് കഴിഞ്ഞിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അവിടെ ഒരു അന്ന് നമ്മൾ പാരൽ കോളേജ്, അവിടെയാണ് എൻ്റെ ഡിഗ്രി എല്ലാം. +2 സെമിനാരി എവിടെയായിരുന്നു? സെമിനാരി കണ്ണമൂല വൈദിക സെമിനാരിലായിരുന്നു. അന്ന് ഞാൻ 82-ൽ ഈ തീരുമാനം എടുത്തു കഴിഞ്ഞ് ഞാൻ സഭയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. അന്ന് മധ്യകേരള മഹാടവയായിരുന്നു. അത് കഴിഞ്ഞ ഈസ്റ്റ് കേരള വൈബ്രിക്കേഷൻ നടന്നത്. അപ്പം മധ്യകേരള മഹാടവകയിൽ ബിഷപ്പ് MC മാണിയായിരുന്നു. അപ്പം കൊടുത്തു. അദ്ദേഹം സ്വീകരിച്ചു. ഞങ്ങളൊരു 12 പേരെ ഇൻ്റർവ്യൂ ചെയ്തതിൽ 3 പേരെ സെലക്ട് ചെയ്തു ആ വർഷം തിയോളജിക്കൽ ട്രെയിനിങ്ങിന്. ഞങ്ങൾ സെമിനാരി പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ 1 വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. ആ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് എനിക്ക് ആലപ്പുഴ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സെക്രട്ടറി ആയും അതേസമയം തന്നെ പുന്നപ്പറയിൽ ഒരു CSI ചർച്ച് ഉണ്ട്, അതിൻ്റെ ചുമതലയും. അങ്ങനെ ആണ് എൻ്റെ പ്രൊബേഷൻ ഏരിയ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അത് എന്നെ തിരഞ്ഞെടുത്തു വിട്ടു. അതിൽ ഈ സന്ദർഭമായിട്ട് പറയട്ടെ, ഞങ്ങൾ 3 പേരെ തിരഞ്ഞെടുത്തതിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാനങ്കാരനൊരച്ഛനുണ്ടായിരുന്നു, ജോൺസൺ ജോർജ് എന്ന് പറഞ്ഞ്. അദ്ദേഹവും പെന്തക്കോസ്തിലേക്ക് അച്ഛനായി. ജോൺസൺ ജോർജ് ഇപ്പം വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നമ്മുടെ മറ്റേ കാശ്മീർ മിഷണറി PM തോമസിന്റെ മരുമകൻ. ഞങ്ങൾ രണ്ടും പിന്നെ ഒരാളെയും കൂടാണ് സെലക്ട് ചെയ്തത്. 2 പേരും ഇപ്പം ദൈവകൃപയാൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി, പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നു. അദ്ദേഹം CSI ആയിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്തു. അപ്പം എന്തോ ഈ കോയിൻസിഡൻസ് ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നാളുകൾക്ക് മുമ്പാണ് ജോൺസൺ ജോർജ് പോയത്. ഞങ്ങൾ 3 പേരും ആണ്. പക്ഷെ പഠിക്കാൻ അദ്ദേഹം അവിടെ പോയി, UBC പോയി. ഞാൻ മറ്റേ അദ്ദേഹവും എൻ്റെ കൂടെ ഉള്ള ആളും കണ്ണമൂല വൈദിക സെമിനാരിയിൽ പോയി. അതിനുശേഷം അവിടെ വെച്ച് പഠിച്ച് 3 വർഷം ബി.ഡി കഴിഞ്ഞ് 1987-ലാണ് എനിക്ക് ഓർഡിനേഷൻ. ആദ്യത്തേത് ഡീക്കൻ ഓർഡിനേഷൻ 1987 മാർച്ച് മാസം 9-ാം തീയതി ലഭിച്ചു. മറ്റേ രണ്ടാമത്തെ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പ്രസ്ബിറ്റർ ഓർഡിനേഷൻ. അത് 88-ൽ എനിക്ക് ലഭിച്ചു. ഏതൊക്കെ പള്ളികളിൽ ശുശ്രൂഷിച്ചു? ഞാൻ പട്ടം കിട്ടിയ ഉടനെ എന്നെ അയച്ചത് ഉപ്പുതോടെന്ന് പറഞ്ഞ്, ഇടുക്കിക്ക് അടുത്തൊരു ഉപ്പുതോടെന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു. അവിടെ 1 വർഷം ഞാൻ ശുശ്രൂഷ ചെയ്തു. 2-ാമത്തെ വർഷം ഞാൻ ഇവിടെ നമ്മുടെ ചേലച്ചോട് എന്ന് പറയുന്ന ഇടവക. അത് മാത്രമല്ല, അന്ന് എനിക്ക് അവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ, ഈസ്റ്റ് കേരള മഹാടയുടെ ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രോജക്റ്റ് മാനേജറായിട്ടും കൂടെ എന്നെ നിയോഗിച്ചു. അത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒരു 10-15 പേർക്ക് ആ പരിസരങ്ങളിൽ കൊടുക്കുവാനായിട്ടുള്ള അതിൻ്റെ ചുമതലയിൽ ഒരു 3 വർഷം ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ CMAI എന്ന് പറയുന്ന സംഘടന അവരുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞാണ് ഞാൻ അതും കൂടെ അതേ കാലഘട്ടത്തിൽ വൈദിക ശുശ്രൂഷയോട് ചേർന്ന് ചെയ്തു. 3 വർഷം കഴിഞ്ഞ് അവിടുന്ന് ഞാൻ വണ്ടിപ്പെരിയാറിനടുത്തുള്ള വാളാടി എന്ന് പറയുന്ന CSI ഇടവയിലേക്ക് വികാരിയായിട്ട് വന്നു. അതിനുശേഷം 5 വർഷം അവിടെ ഞാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം കുട്ടിക്കാനത്തിനടുത്ത് പള്ളിക്കുന്ന് എന്ന് പറയുന്ന സഭയിൽ അവിടെ 5 വർഷം ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം ഞാൻ പെരുമ്പാവൂർ CSI ഇടവകയിൽ 6 വർഷം അവിടെ ശുശ്രൂഷ ചെയ്തു. തുടർന്ന് ഞാൻ കൂട്ടിക്കൽ, മുണ്ടക്കായത്തിനടുത്ത് കൂട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷ 5 വർഷം ചെയ്തു. അവസാനമാണ് ഞാൻ 2012-ലാണ് മേലുകാവ് ക്രൈസ്റ്റ് കത്തീഡ്രൽ
ചർച്ചിൻ്റെ വികാരിയായിട്ട് നിയമിതനാകുന്നു. ഈ പുരോഹിതനായി ശുശ്രൂഷിച്ച കാലഘട്ടങ്ങളിലുള്ള അനുഭവങ്ങൾ അതൊരു വലിയൊരു കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങളാണല്ലോ, 28 വർഷങ്ങൾ. എടുത്ത് ഓർമ്മയിൽ നിൽക്കുന്നതോ ടച്ചിങ് ആയിട്ടുള്ളതോ എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടോ? അതിന് പ്രത്യേകിച്ച് ഞാൻ ഈ പോകുന്ന സഭകളിലെല്ലാം എന്നെ സംബന്ധിച്ചുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഹൗസ് വിസിറ്റിങ് നന്നായിട്ട് ചെയ്യുമായിരുന്നു. അത് എത്ര പ്രതികൂലമായ കാലാവസ്ഥ ഉള്ളടമൊക്കെ ആയിരുന്നു. അത് ഈ പള്ളിയിലെ കുടുംബങ്ങളിൽ മാത്രമാണോ അതോ മറ്റു വീടുകളിലും പോകുമായിരുന്നു? പള്ളിയിലെ കുടുംബങ്ങളിൽ ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ്. എന്നാൽ അടുത്ത വീടുകളിലും പോകാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതുമാത്രമല്ല ആ ദേശത്തുള്ള ജനങ്ങൾ, അത് ഹിന്ദു മുസ്ലിങ്ങൾ ആരും ആയാലും അവരുമായിട്ട് നല്ലൊരു ബന്ധം, ഒരു നല്ല ബന്ധം എല്ലായിടത്തും ഉണ്ട്. ദൈവകൃപയാൽ, നമ്മുടെ മെരിറ്റ് അല്ല, കർത്താവിൻ്റെ കൃപയാൽ അതിങ്ങനെ സംഭവിക്കായിരുന്നു. പെരുമ്പാവൂരാണ് ഒരു ദീർഘകാലം ഞാൻ ശുശ്രൂഷ 6 വർഷം അവിടെ ചെയ്തു. 6 വർഷം ചെയ്തു കഴിഞ്ഞ് അവിടെ നിന്നാണ് കത്തീഡ്രലിലേക്ക് സ്ഥലം മാറ്റം വന്നത്. കത്തീഡ്രലിൽ പോകാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, പക്ഷേ അതും ദൈവ നിയോഗമാണെന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കും. കാരണം അതിനകത്തൊരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, അതിനു മുമ്പ് പള്ളിക്കുന്നിൽ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ കത്തീഡ്രലിൽ പോകാൻ ബിഷപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകാറായില്ല, അതിനുള്ള പക്വത എനിക്കായിട്ടില്ല എന്ന് ഞാൻ. കൂടുതൽ ചുമതലയല്ല, ഏറ്റവും വലിയ ഇടവകയാണല്ലോ, ഒരു ഡയസിന്റെ ഹെഡ് ഓഫീസ് പോലെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ബിഷപ്പിന്റെ ആസ്ഥാന കേന്ദ്രം. അത് കൂടുതൽ കുടുംബങ്ങളുണ്ട്. പിന്നെ കുറച്ചുകൂടെ അതിൻ്റെ ആ ഒരു ലെവലുള്ളത് കൊണ്ട് കുറച്ച് ഞാനത് സാധാരണ ജനങ്ങളുമായിട്ട് ഇടപെട്ട് നിൽക്കാനാണ് എൻ്റെ ഒരു കുറച്ചുകൂടെ താല്പര്യം. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ മാറും. പിന്നെ ഡയസിൻ്റെ വിവിധ ബോർഡുകളിലും ചുമതലകളും എല്ലാം എനിക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ലഭിച്ചു. എല്ലാ ഇതും ഉണ്ടായിരുന്നു, ആരും എങ്ങും മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് കത്തീഡ്രൽ ദേവാലയത്തിലെ ഞങ്ങൾക്ക് 2 വികാരിമാരുണ്ട്, അസിസ്റ്റൻ്റ് ഒരു വികാരിയോടുണ്ട്. അത് മറ്റ് സാധാരണ സഭകളിലില്ല, കത്തീഡ്രലിനുണ്ട്. അത് എനിക്കൊരു ദൈവാധീനമായി. ഞാൻ സ്നാനപ്പെട്ട് 1 വർഷം അവിടെ നിൽക്കുമ്പോൾ വിശ്വാസ സ്നാനം ശരിയാണെന്ന് ഞങ്ങളുടെ ബിഷപ്പിനോട് ഞാൻ ആ കാലഘട്ടത്തിൽ ഒരു സന്ദർഭത്തിൽ പറയേണ്ടതായിട്ട് എനിക്ക് വന്നു. വിശ്വാസ സ്നാനം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതുണ്ട്. ഞാൻ ആ തരത്തിൽ എൻ്റെ സമീപനം വന്നു. 2014 ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ് 1 വർഷം അവിടെ നിൽക്കുമ്പോൾ, അവിടേക്ക് വരുന്നതിന് മുമ്പേ ഈ സ്നാനം എന്നുള്ള ഒരു കാര്യം CSI സഭയുടെ ഒരു വലിയ പശ്ചാത്തലമുള്ള ഒരു വൈദികൻ ഈ സ്നാനം എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ കൺവിക്ഷൻ എപ്പോഴാണ് അച്ഛനുണ്ടായത്? എനിക്കത് വ്യക്തമായിട്ടുണ്ടായതെന്ന് പറയുന്നത് 2009 എൻ്റെ വൈഫ് സ്നാനപ്പെട്ടു. CSIയിൽ നിൽക്കുമ്പോൾ തന്നെ സ്നാനപ്പെട്ടു. 2010 ജനുവരി മാസത്തിൽ മോൻ സ്നാനപ്പെട്ടു. 2010 ഡിസംബറിൽ മോളും സ്നാനപ്പെട്ടു. അപ്പൊ അതൊന്നും അച്ഛൻ എതിർത്തില്ലേ അവരെ? ഞാൻ അങ്ങനെ ഒരു എതിർപ്പിലേക്ക് തന്നെ നടത്തിയില്ല. അത് അവര് ലഭിച്ച സമയത്ത് അവർ സ്നാനപ്പെട്ടു, പക്ഷെ ഞാൻ ആ സമയത്ത് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ അതിനോടൊന്നും അന്ന് അനുകൂലമല്ല. ഞാൻ സഭയുടെ അനുകൂലമല്ല. സഭയോടുള്ള സഭയുടെ കെട്ടുറപ്പും ആ തരത്തിൽ ഞാൻ അതുപോലെ തന്നെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അതിൽ നിന്ന ഒരാളാണ്. സ്നാനത്തിനെതിരെ പ്രസംഗിച്ചിട്ടോ വല്ലതും ഉണ്ടോ? സ്നാനത്തിനെതിരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ആ സ്നാനം എന്നുള്ള വിഷയം ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന സമയത്ത് ഞാൻ അതിൻ്റെ പൊതുവായിട്ട് ഇങ്ങനെ ഉരുട്ടിപ്പരട്ടി കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് അങ്ങ് പോത്തുള്ളൂ. ഈ പള്ളിയിൽ ആരെങ്കിലും ഇങ്ങനെ സ്നാനപ്പെടുക ഒക്കെ ചെയ്ത ഇൻസിഡൻസ് ശുശ്രൂഷ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലേ? ഞാൻ ചെല്ലുന്ന സമയത്ത് ചില സഭകളിൽ സ്നാനപ്പെട്ടവരുണ്ട്. അപ്പൊ ഞാൻ അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. ചർച്ചിൽ നിന്ന് മുടക്കിയിട്ടും ഒക്കെ ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ CSIയിൽ അങ്ങനെ സ്നാനപ്പെട്ടെന്നും പറഞ്ഞ് മുടക്കും. ഇപ്പോഴും ചെയ്യും. ഇപ്പോഴും ചെയ്യും. സ്നാനപ്പെടുന്ന രഹസ്യമായി സ്നാനപ്പെട്ട് അവിടെ നിൽക്കുന്നവരെ ഒത്തിരി പേരുണ്ട്. പിന്നെ CSI എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മറ്റൊരു ചർച്ച് പോലെയുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങൾക്കോ അല്ല പ്രാധാന്യമുള്ളത്. ദൈവവചനത്തിന് തന്നെയാണ് കൂടുതലും പ്രാധാന്യമുള്ളത്. മറ്റ് പല ആചാരങ്ങളിൽ നിന്ന് ഒഴിവുള്ളവരുക. അല്ലാതെ സ്നാനം എന്നുള്ള ശിശു സ്നാനം മാത്രമാണ് അവിടെ സഭ അംഗീകരിച്ചിരിക്കുന്നത്. അല്ല, നമ്മളെ സംബന്ധിച്ച ഒരു തടസ്സം എന്ന് പറയാൻ അതേ ഉള്ളൂ. ഈ പെന്തക്കോസുമായിട്ട് നോക്കുമ്പോൾ CSI സഭയിൽ ബാക്കിയൊന്നും ഇല്ല ആക്ച്വലി. അപ്പം അങ്ങനെ നിൽക്കുമ്പം ഞാൻ അങ്ങനെയുള്ളവരെ, സഭയ്ക്കൊരു ചട്ടക്കൂടുണ്ട്, ഒരു ചിട്ടയുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഒരു പുരോഹിതൻ എന്നിരിക്കുമ്പോൾ ഞാൻ അതിനെ അനുസരിക്കേണ്ട ഒരാളാണ്, ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അതിന് നടപടികളൊക്കെ
എടുത്തിട്ടുണ്ട്. അങ്ങനെ സഭയിൽ നിന്ന് മുടക്കുന്ന ആള് അല്ലെങ്കിൽ തിരുത്തി നിർത്തുന്ന ആള് തിരിച്ചു വരിക അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? തിരിച്ചു വരാൻ ചിലർ അപേക്ഷ വയ്ക്കും. അപ്പോൾ അവരെ നമ്മൾ തിരിച്ച് പ്രവേശിക്കും. അത് വലിയ ഒരു പ്രയാസമുള്ള കാര്യമല്ല. അവരൊന്ന് വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം എന്നുള്ള അത്രയൊക്കെ ഉള്ളൂ. അത് അവർ ബിഷപ്പിന് അപേക്ഷ വയ്ക്കുമ്പോൾ സഭയ്ക്ക് അപേക്ഷ വയ്ക്കും. ബിഷപ്പിന് അംഗീകാരത്തോടെ അവർ തിരികെ പ്രവേശിക്കാനായിട്ട് സാധിക്കും. കാരണം അവരൊരിക്കലും സഭയിൽ നാളെ വിടാനായിട്ട് താല്പര്യമില്ലല്ലോ. പിന്നെ വരത്തില്ല എന്ന് പറയുന്ന വരികയല്ലാന്ന് ബോധ്യമാകുമ്പോൾ ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടാണ് നമ്മൾ ആ പ്രൊസീജിയറിലേക്കൊക്കെ കടക്കുന്നത്. ഈ സെമിനാരി പഠിക്കുന്ന കാലത്തൊന്നും ഈ സ്നാനം സംബന്ധിച്ച് ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇത്ര ഒരു ക്ലിയർ വിഷൻ നമുക്ക് വന്നിട്ടില്ല. നമ്മൾ അതിന് സഭയുടേതായ ആ ഒരു ചട്ടക്കൂടിൽ അതിനകത്ത് അതിനെ ബേസ് ചെയ്താണല്ലോ നമ്മൾ പോകുന്നത്. നമ്മൾ അത് മാത്രമേ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നു. ഈ പെന്തക്കോസ്തുകാരുമായിട്ട് എന്തെങ്കിലും അടുപ്പമോ അങ്ങനെയുള്ള സൗഹൃദങ്ങളോ വല്ലതും ഇതിനു മുമ്പുണ്ടായിരുന്നില്ല? ഒന്നുമില്ല. ആരുമായിട്ടും അങ്ങനെ അടുപ്പമില്ല. അടുക്കാൻ ഞാൻ ശ്രമിക്കാറുമില്ല. ഓക്കെ. ഭാര്യയും മോനും സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള നിയോഗം ഉണ്ടായത് എങ്ങനെയാ? എൻ്റെ ഭാര്യ ഞാൻ വിവാഹം കഴിക്കുന്ന 1986 1986 ഏപ്രിൽ 21 എൻ്റെ വിവാഹം നടക്കുമ്പോൾ ഭാര്യയുടെ വീട്ടുകാർ അപ്പനും അമ്മയും അവര് പെന്തക്കോസ്തുകാരാണ്. അവർ AG ചർച്ചില് എവിടെയാ? അവര് കട്ടപ്പനയില് അവിടെ കട്ടപ്പനയില് അവർ വിശ്വാസത്തിൽ അവരിന് നിൽക്കുന്ന സമയമാണ്. പിതാവിൻ്റെ അമ്മ CSC ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരി ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പിതാവ് അദ്ദേഹം ഫാദർ ഇൻ ലോ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച് അദ്ദേഹം ആ വിധത്തിൽ മടങ്ങി വന്ന അവർ നല്ല സ്ട്രോങ് ആയിട്ടായിരുന്നു. പക്ഷെ പിള്ളേർ 3 പേര് അവര് ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിന് എതിർത്ത് നിന്നു. സഭയുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ അവർ തുടർന്നുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ വിവാഹാലോചന വന്നതും എൻ്റെ വിവാഹം നടക്കുന്നു. പക്ഷെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അവരുടെ ഉള്ളിലും ഈ വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു ആഗ്രഹവും താല്പര്യവും തീക്ഷ്ണതയും ഉണ്ടായി. അതുകൊണ്ട് അവർ ലഭിച്ച സമയത്ത് സ്നാനപ്പെട്ടു. കുഞ്ഞുങ്ങളും ആ ഒരു കൃപയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് കുറേ വർഷം, എന്നാൽ 2-3 വർഷം കഴിയുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ ഒരു ബോധ്യം. കാരണം ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, വീട്ടിലെ ഒരു പ്രാർത്ഥന, വൈഫിന്റെയും മക്കളുടെയും പ്രാർത്ഥന അതിനകത്ത് ഏറ്റവും വലിയൊരു ഘടകമാണ്. അത് തീർച്ചയായിട്ടും അതൊരു വലിയ ഘടകമാണ്. അപ്പം ആ ഒരു സ്വാധീനം. എന്നാൽ അവരെന്നെ അങ്ങനെ പ്രഷർ ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവര് സ്നാനപ്പെട്ടതാണ് എന്ന് ആദ്യ സമയങ്ങളിലൊന്നും എന്നോട് വെളിപ്പെടുത്തിയിട്ടുമില്ല. അവർ രഹസ്യമായി ചെയ്ത ഒരു കാര്യമായിട്ടാണ് ഇരുന്നത്. പക്ഷെ അതൊന്നും ഈ സഭയിൽ ഒരു സഭയായിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊന്നും അതില്ല. സഭയില് എന്നോട് കൂടെ ശുശ്രൂഷയില് എൻ്റെ വൈഫ് പങ്കാളിയാണ്. വീട് വിസിറ്റ് ചെയ്യാനും പ്രാർത്ഥിക്കാനും ശ്രീജനസഖ്യം നടത്താനും അങ്ങനെ എല്ലാത്തിനും ആക്റ്റീവാണ്. പക്ഷെ ഉള്ളില് ഈ ഒരു പെന്തക്കോസ് താല്പര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒരു ഘടകമാണ്. കുഞ്ഞുങ്ങളിലും ആ സ്വാധീനം ക്രമേണ വന്നു. അവർ യുവാക്കന്മാരും യുവതികളും ആയ സമയങ്ങളിൽ ജോലിക്ക് പോയ സ്ഥലത്ത് വെച്ചാണ് അവരും വിശ്വാസത്തിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 86 എൻ്റെ വിവാഹം വന്നപ്പോൾ അവർ സഭയിൽ നിന്ന്, ആ സഭയിൽ നിൽക്കുമ്പോൾ സഭയായിട്ട് അവരെ ഇങ്ങോട്ട് ചേർത്ത് കെട്ടുമായിരുന്നു, വിവാഹം കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ സന്തോഷമായിട്ട് ആരാധനയും കാര്യവും ഒക്കെ ആയിട്ട് പോയി. സഭകളിലെല്ലാം നല്ല അവരുമായിട്ടൊരു, അതെന്റെ ഭാര്യയുടെ ഒരു ശുശ്രൂഷ എനിക്ക് ഒത്തിരി സഹായവുമായി. അച്ഛന്റെ സ്നാനത്തിലേക്ക്, അച്ഛൻ സ്നാനപ്പെടുവാനായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഒത്തിരി പ്രാർത്ഥിച്ചു എടുത്തുമൊക്കെ ആയിരിക്കുമല്ലോ? അതെ, തീർച്ചയായിട്ടും. 2014 മാർച്ച് മാസം ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്തേക്ക് ഞാൻ അതിന് തൊട്ട് മുമ്പ് 2013 എൻ്റെ പിതാവിൻ്റെ മരണശേഷം കഴിഞ്ഞ് 2013 ഞങ്ങളുടെ കത്തീഡ്രൽ സഭയിൽ ഒരു മീറ്റിംഗ്, പ്രയർ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ആക്റ്റീവായ ഒരു മീറ്റിംഗാണ്. അത് അവർ കൺവെൻഷൻ പോലെ വയ്ക്കുന്നു. ആ സമയത്ത് ക്ഷണിക്കപ്പെട്ട അതിഥി നമ്മുടെ ബാവുക്കെ മാത്യു എന്നുള്ള ഡോക്ടർ ബാവുക്കെ മാത്യു. അദ്ദേഹം ഒരു പെന്തക്കോസ്കാരനാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുമില്ല, എനിക്കറിയത്തുമില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ വികാരി എന്ന നിലയിൽ ഞാൻ തടസ്സമൊന്നും പറഞ്ഞില്ല, അവർ വരട്ടെ. അപ്പോൾ എൻ്റെ ഉള്ളിലും പതുക്കെ ഈ ഒരു ആഗ്രഹം മുളയ്ക്കാൻ തുടങ്ങി. ആ സമയമുണ്ട്. അപ്പോൾ അതും ഒരു സാഹചര്യം ആയിക്കൊള്ളട്ടെ എന്ന് ഞാൻ അനുവദിച്ചു. അതിനുശേഷം അദ്ദേഹം വന്നു.
അദ്ദേഹം പ്രസംഗിച്ചു. നവംബർ 1, 2, 3 തീയതികളിൽ അദ്ദേഹത്തിൻ്റെ ആ സാക്ഷ്യവും പ്രസംഗവും എന്നെ കുറച്ചുകൂടെ എന്നെ ചിന്തിപ്പിക്കുക. ഞാനൊന്നും ഒന്നും അല്ലല്ലോ എന്നുള്ള ചിന്ത. അവരൊക്കെ കടന്നുപോയ സഹനങ്ങളും പ്രതിസന്ധികളും ഒത്തിരി ആയിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ കൂടുതൽ ചിന്തിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് ആകർഷ എൻ്റെ കുഞ്ഞുങ്ങൾ അന്നേരം ഒന്നും ആയിട്ടില്ല. അവൾ ഒരു പഠിച്ചൊക്കെ കഴിഞ്ഞു. ഒരു ജോലിയിലേക്കൊന്നും അവളൊരു എറണാകുളത്തൊരു ഹോസ്പിറ്റലാണെന്നുള്ളതേ ഉള്ളൂ. അപ്പം പിള്ളേരെ അന്ന് ഫാദറിൻ്റെ മരണം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഈ സംഭവം നടക്കുന്നത്. ശവമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹം രാവിലെ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ ജോലി സ്ഥലത്തേക്ക് അയക്കുമ്പോൾ അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന അദ്ദേഹം ഞാൻ അറിയത്തില്ല, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടില്ല. തലേ രാത്രി വന്ന് കിടന്നു. പിറ്റേ ദിവസം വെളുപ്പിനെ 6 മണിക്ക് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം മോളുടെ കാലേ കൈവച്ചിട്ട് പറഞ്ഞു, അപ്പോൾ അത് അവരുടെ വിവാഹം നടക്കുന്നില്ല, ഒരു 10-27 വയസ്സാകുന്നു. അപ്പോൾ അതെന്നെ ഒരു ഭാരമാണ്. കാരണം ഞാൻ CSIയിലെ വിവാഹം, പക്ഷെ അവൾക്ക് പെന്തക്കോസ് വിവാഹം വേണം. അപ്പം ഞാൻ അച്ഛനായി നിൽക്കുന്നതിൻ്റെ ഒരു തടസ്സം അവിടെയുണ്ട്. അപ്പം 3 വർഷം അവരുടെ വിവാഹം അന്വേഷിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോഴത്തേക്ക് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അധികം താമസിക്കാതെ അവരുടെ വിവാഹം നടക്കും. ഭാവി വരനെക്കുറിച്ചും അദ്ദേഹം വ്യക്തമായിട്ട് ഒരു പ്രോപ്പസി ആയിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞ ഉടനെ അവളുടെ വിവാഹത്തിൻ്റെ ഈ ക്രമീകരണം, അദ്ദേഹം പറഞ്ഞ പോലെയുള്ള ഒരു ക്രമീകരണത്തിൽ അവളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നടന്നു. 2014 അത് സംഭവിച്ചു. ആ സമയം തന്നെ മോനെക്കുറിച്ചും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത്, നീ പോയി വന്ന് നിൽക്കുന്ന ഒരു ജോലി. അദ്ദേഹത്തിൻ്റെ വാക്കത, പക്ഷെ എനിക്കത് അന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഏതാനും സമയം കഴിഞ്ഞ് പിറ്റേ വർഷത്തേക്ക് അവനെയും ഈ പോയി വന്ന് നിൽക്കുന്ന ജോലി വേണമെന്ന് ചോദിച്ച് അബുദാബിയിൽ നിന്ന് ജക്സി പാസ്റ്റർ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു ജോലി ഇവിടെ നമ്മുടെ റിഗില്, അതാണ് പോയി വന്ന് നിൽക്കുന്ന ജോലി. അത് കുറച്ച് ദിവസങ്ങൾ ജോലി, അത് കഴിഞ്ഞ് തിരിച്ചു വരും. അന്ന് 28 ദിവസം. അപ്പം അട്നോക്ക് എന്ന് പറയുന്ന അവരുടെ കമ്പനിയിൽ. അപ്പം അപ്പോഴാണ് എനിക്ക് ആ പ്രോപ്പസിയുടെ വില മനസ്സിലായത്. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക്, ജക്സി പാസ്റ്റർ എന്നെ വിളിക്കുമ്പോഴും എന്നോട് ചോദിച്ചത് ആദ്യം വേറെ ഒന്നും ചോദിച്ചില്ല, അവന് പോയി വന്ന് നിൽക്കുന്ന ജോലി വേണം. ദൈവാത്മാവ് 2013 പറയുന്നു, പോയി വന്ന് നിൽക്കുന്ന ജോലി ലഭിക്കും. രണ്ടുപേരുടെയും കൂടെ വാക്കുകൾ ഒരുപോലെ ഒത്തുവന്നു. ഇവർ രണ്ടുപേരുടെയും കാര്യം ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുമില്ല. അപ്പം അതെനിക്ക് കുറച്ചുകൂടെ ഒരു അവനങ്ങനെ ജോലി പ്രവേശിച്ചു. ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ 1 വർഷം ഞാൻ പറഞ്ഞത് ഈ ഇടവകയിലായതൊരു ഗുണമെന്ന് പറഞ്ഞത്, കത്തീഡ്രലായതിൻ്റെ ഗുണം എനിക്കറിയത്തില്ല, ദൈവത്തിന് തെറ്റ് പറ്റത്തുമില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു അസിസ്റ്റന്റ് വികാരി ഉണ്ടായിരുന്നു. പിന്നീട് നടക്കുന്ന അവിടെ മിക്കവാറും ആഴ്ചകളിൽ സ്നാനമുണ്ട്, കാരണം കൂടുതൽ കുടുംബമുണ്ട്. അപ്പം ഞാനാണ് എല്ലാ സ്നാനവും നടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ ഉള്ളിലൊരു ബോധ്യം, ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ട് ഞാൻ പിന്നെ ശിശു സ്നാനം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ദൈവത്തെ കളിയാക്കുന്നതിന് തുല്യം പോലെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ പിന്നെ, അതായത് അച്ഛൻ സ്നാനപ്പെട്ടു, അതെ, 2014 ബാബു കെ മാത്യു സ്നാനപ്പെട്ട് കഴിഞ്ഞു. അച്ഛൻ 1 വർഷം കൂടെ ആ ഇടവകയില് ശുശ്രൂഷകൾ തുറന്നുകൊണ്ടിരുന്നു. അങ്ങനെ തുടരുമ്പോൾ പിന്നെ ശിശു സ്നാനം നടത്തേണ്ടി വരുന്നു. ഓക്കെ. ആ നടത്തേണ്ടി വരുന്ന സമയത്ത് ഞാൻ എൻ്റെ അസിസ്റ്റന്റുകാരോട് പറഞ്ഞു, ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. അപ്പം വേറെ ആരോടും ഇപ്പം പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹത്തോട് മാത്രം പറഞ്ഞു. അതുകൊണ്ട് ഇനിയും വരുന്ന സ്നാനങ്ങൾ, കുഞ്ഞുങ്ങളുടെ ആ കർമ്മം ഞാൻ അവിടെ കാണും, പക്ഷേ ആ കർമ്മങ്ങൾ അച്ഛൻ ചെയ്യണം എന്ന്, കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെയ്യാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. ഒരു സ്നാനമോ മറ്റോ ആ സമയത്ത് അദ്ദേഹം ഇല്ലാതെ ഇരുന്ന സമയത്തോ മറ്റോ ചെയ്യേണ്ടി വന്നുള്ളൂ. പക്ഷെ അത് ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. എൻ്റെ കർത്താവേ, ഞാനിത് ചെയ്തിട്ട് ഞാൻ തെറ്റായ ഒരു കാര്യം ചെയ്യാമെന്ന് പറയുന്ന അങ്ങേക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പക്ഷെ ബാക്കി നടന്നതൊക്കെ അദ്ദേഹം അന്ന് ചെയ്ത് ഞാൻ ആ കർമ്മം. അപ്പോൾ ഈ സ്നാനപ്പെടുമ്പോൾ അച്ഛനൊരു ബോധ്യമുണ്ട്, അധികം താമസിക്കാതെ ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് മാറേണ്ടി വരും. അല്ല, ആ സമയത്ത് എനിക്ക് എൻ്റെ ഉള്ളിൽ വളരെ ബോധ്യമായി. 1-2 പേര് എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു, ഇറങ്ങേണ്ട സമയമായി വരുന്നു. എന്നെ അറിയാത്തവരൊക്കെ പറയുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒന്നും അറിയാത്തവർ. പാലക്കാട് ഒരു പാസ്റ്റർ, അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് ഒരു ശവടക്ക് കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കുമ്പം പുള്ളി പറഞ്ഞു, പ്രസംഗ ശൈലി പെന്തക്കോസ്തുകാരുടെ രീതിയാണ്, അധികം താമസിക്കാതെ ഇറങ്ങേണ്ടി വരും.
അപ്പം ഞാൻ കത്തീഡ്രൽ വികാരി, അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം അവരുടെ സ്വന്തക്കാരാണ്. അപ്പോൾ ഇദ്ദേഹം പാസ്റ്ററാണ്, ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. അന്ന് ആ ശവടയ്ക്ക് വന്നതാണ്. അപ്പോൾ അന്ന് എന്നോട് അദ്ദേഹം ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു, ഇവിടെ അധികം നാൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മോൻ തന്നെ പറഞ്ഞു, ഇനിയും അധികം ദിവസം സഭയിൽ നിൽക്കേണ്ടി വരികയില്ല എന്ന് അവൻ പറഞ്ഞു. പിന്നെ ജക്സി പാസ്റ്ററിനെ ഞാൻ പിന്നീടാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. അദ്ദേഹവും എന്നോട് ഇങ്ങനെ അദ്ദേഹം പിന്നെ ഒരു കാര്യവും നിർബന്ധിക്കത്തില്ല, ആരെയും ഒരു കാര്യവും നിർബന്ധിക്കത്തില്ല. പക്ഷെ അദ്ദേഹവും പറഞ്ഞു ഇറങ്ങേണ്ട സമയമായി വരുന്നു എന്ന് ഒരു സമയം പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അതിനെ എന്നെയൊക്കെ നയിച്ചത്. അപ്പോഴത്തേക്ക് ഞാൻ ദൈവസന്നിധിയിൽ അതിനായിട്ട് ഒരുങ്ങി. എല്ലാം ഞാൻ വിളിച്ച് നേരത്തെ തന്നെ ഭാര്യയോടും മക്കളോടും ഒന്നും അങ്ങനെ പറയാറില്ല. എല്ലാം സമയമായപ്പോഴത്തേക്ക് 2015 ആയപ്പോഴത്തേക്ക് എനിക്ക് ആ ജനറൽ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് അവിടുന്ന് ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിനു മുമ്പ് സഭയ്ക്ക് മനസ്സിലായി ഞാൻ ഇനി നിൽക്കത്തില്ല. ഞാൻ ബിഷപ്പിനോട് ചോദിച്ചതാണ്, എനിക്കൊരു അപ്പോയിൻമെൻറ്റ്, ഞാൻ റിസൈൻ ചെയ്യാനുള്ള ലെറ്ററൊക്കെ തയ്യാറാക്കി. അദ്ദേഹം തന്നില്ല. കുറച്ച് കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞല്ലോ വിശ്വാസ സ്നാനമാണ് ശരി എന്ന് ഞാൻ ഒരിക്കൽ ഡിക്ലെയർ ചെയ്ത. അത് കഴിഞ്ഞ് അധികം മാസങ്ങളായിട്ടില്ല. സഭയിൽ എതിർപ്പൊന്നും ഉണ്ടായില്ല വിശ്വാസികളുടെ ഭാഗത്തുനിന്ന്? വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഡയറക്റ്റായിട്ട് എതിർപ്പുകളൊന്നും വന്നിട്ടില്ല. കാരണം കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, പക്ഷേ അതൊരു പ്രയാസമായിട്ട് എനിക്ക് വന്നിട്ടില്ല. കാരണം സഭയുടെ ബന്ധങ്ങൾ ഞങ്ങൾ അങ്ങനെയായിരുന്നു, കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ. എന്നാൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനൊട്ട് പറ്റത്തുമില്ല. എന്നാൽ ഒത്തിരി പേര് അവിടെയൊക്കെ സ്നാനപ്പെട്ടവരുണ്ട് താനും. പക്ഷേ അവരെല്ലാം സഭയായിട്ടിരിക്കുക. സഭയിൽ നിന്ന് പോയതാണ് അവർക്കുള്ള ബുദ്ധിമുട്ട്. ബിഷപ്പ് പിന്നെ ആരാധന എടുക്കണ്ടെന്ന് പറഞ്ഞ് മാർച്ച് മാസം 22-ാം തീയതി 21-ാം തീയതി അദ്ദേഹം ആ സൺഡേയിൽ എന്നെ ഇങ്ങനെ മുടക്കി. ഞാൻ അങ്ങോട്ട് ചെന്നില്ല. ഞാൻ അവിടുന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം ദൈവം എന്നോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിലും ഞാൻ ഏറ്റുപറയും എന്നുള്ള വചനമാണ് എനിക്ക് കിട്ടുന്നത് വേദപുസ്തകം ഞാൻ വായിക്കുമ്പോൾ. കാരണം സൺഡേ സർവീസ് ഞാൻ ഒരിക്കലും മിസ്സാക്കിയിട്ടില്ല. അന്നാണ് എനിക്ക് ഒരിക്കലും ആ സൺഡേ മിസ്സായത്. അപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ അങ്ങ് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗം അപ്പോൾ എനിക്ക് ഒരു ഉറപ്പുകൂടെ കിട്ടി. അപ്പം ഇത് ദൈവഹിതം തന്നെയാണ്. പിന്നെ ഞാൻ അവിടെ നിൽക്കാൻ ശ്രമിച്ചില്ല. വേണ്ടാത്തടത്ത് നമ്മൾ നിൽക്കാറില്ലല്ലോ. അതുകൊണ്ട് പിന്നെ മെയ് മാസത്തിലാണ് ജനറൽ ട്രാൻസ്ഫർ. അതിന് മുമ്പ് തന്നെ മാർച്ച് മാസത്തിൽ അവിടെ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ എനിക്കൊരു വീടില്ല. ഞാനത് അന്വേഷിച്ചു. പിറ്റേ ദിവസം എനിക്ക് ദൈവമായിട്ടൊരു ഭവനം തൊടുപുഴ ടൗണിൽ തന്നെ ഒരുക്കി തന്നു. അന്നൊന്നും പൈസയുടെ കാര്യം മുന്നോട്ട് എങ്ങനെയാകും എന്നുള്ള ഒരു ചിന്ത എനിക്ക്. ഈ ശുശ്രൂഷ വിട്ടിറങ്ങിയാൽ നാളത്തെ കാര്യം എങ്ങനെ നടക്കും എന്നുള്ള കാര്യത്തിലൊന്നും ചിന്തയൊന്നുമില്ല. എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല. എനിക്ക് വേറൊരു ശുശ്രൂഷയായിട്ട് ഞാൻ ടൈപ്പ് ആയിട്ടില്ല. അപ്പോൾ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് നോക്കിയാൽ എൻ്റെ സ്വന്തം വീടെന്ന് പറയുന്ന പുതുപ്പള്ളി വീടുണ്ട്. പക്ഷെ അവിടെ അമ്മയും എൻ്റെ സഹോദരനും അവർ വിശ്വാസത്തിൽ വന്നിട്ടില്ല, ഇപ്പോഴും ആയിട്ടില്ല. അവർ CSA നീക്കുക. അത് അവരെ സംബന്ധിച്ച് വലിയൊരു ഭാരമാണ്. അപ്പം അങ്ങോട്ട് ചെല്ലുന്ന കാര്യം നമുക്ക് പറ്റത്തില്ല. പിന്നീട് ഉള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, നാളെ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തപ്പോൾ ഈ മോൻ്റെ ജോലിയുടെ ഇൻ്റർവ്യൂ ആ സമയത്ത് വരുന്നു. ആ സമയത്ത് വന്നപ്പോൾ ഞാൻ മാനുഷ്യമായി ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, അവനൊരു ജോലി കിട്ടുവാണെങ്കിൽ അവൻ്റെ ഒരു വരുമാനം എനിക്കും കൂടെ പ്രയോജനപ്പെടുമല്ലോ. അതുകൊണ്ട് അതേക്കുറിച്ച് നാളെക്കുറിച്ച് അങ്ങനെ വിചാരപ്പെടണ്ടല്ലോ. അതുകൊണ്ട് അവൻ്റെ ജോലി കിട്ടും. പക്ഷെ ദൈവം എന്നെ അവിടെ പഠിപ്പിച്ചു. അവിടെ ഒരു കാര്യം പഠിപ്പിച്ചു. അവൻ്റെ ജോലി ഇൻ്റർവ്യൂ കഴിഞ്ഞ് 1 മാസം അവൻ്റെ ഈ പേപ്പറുകൾ കണ്ടില്ല. കാണാതിരുന്നിട്ട് അവന് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടി വരുന്ന സമയത്ത് പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല, ഇറങ്ങുക. കാരണം അവിടെ ഇനി ശുശ്രൂഷ ചെയ്യേണ്ടെന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടെ പിടിച്ച് നിന്നില്ല, ഇറങ്ങുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നാളെ ചിന്തിക്കുന്നത് എനിക്ക്. പക്ഷേ ദൈവമായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ പേപ്പർ ഇൻ്റർവ്യൂവിൻ്റെ കണ്ടു, ഞാൻ ജോലി സൈൻ ചെയ്യുക, ഞാൻ പ്രവേശിക്കുക. അപ്പം ഒരു കാര്യം എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി, ഞാനൊരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയാണ് ദൈവം അവിടെ നീട്ടിപ്പിടിച്ച്. അല്ലെങ്കിൽ 1 മാസം മുമ്പ് നടന്ന ഇൻ്റർവ്യൂ അതായിരുന്നെങ്കിൽ എനിക്ക് ഒരു പ്രയാസവും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങാനുള്ളൂ. പക്ഷെ അതല്ല ദൈവം ഉദ്ദേശിച്ച്. വിശ്വാസത്തിന്റെ ഒരു ചുവട് വെക്കണം. വിശ്വാസത്തിന്റെ ചുവടെന്ന് പറഞ്ഞാൽ 1982 ഞാൻ ആ സെപ്റ്റംബർ 1-ാം തീയതി ആണല്ലോ ഞാൻ ദൈവത്തെ ആയിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്. ആ എൻകൗണ്ടർ ഉണ്ടായപ്പോൾ ഞാൻ ദൈവത്തോട് അന്ന് എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യം, കർത്താവ്, ഞാൻ ശുശ്രൂഷയ്ക്ക് വരാം,
പക്ഷെ എൻ്റെ കാര്യം അവസാനം വരെ മരണം വരെയും കർത്താവ് നടത്തിക്കോണം. ആരുടെയും മുമ്പിൽ കൈ നീട്ടാൻ എന്നെ അനുവദിക്കരുത്. സ്വർഗത്തിലെ ദൈവം ഇന്ന് വരെ ഇത്രയും വർഷം, ഏതാണ്ട് 40-40 വർഷം ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയതാണ്. ദൈവം നടത്തി. എങ്ങും കൈ നീട്ടുവാനോ മറ്റുള്ളവരുടെ ഒരു സഹായം അഭ്യർത്ഥിക്കാനോ ചോദിക്കാനോ ഒന്നും ദൈവം വരുത്തിയില്ല. കാരണം അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അപ്പോൾ അന്ന് പറഞ്ഞ ആ വാക്ക് അതുവരെ നിവർത്തി. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്ന സമയത്ത്, കത്തീഡ്രലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്നെ അലട്ടിയ ഒരു വിഷയം അതുണ്ടായിരുന്നു. പക്ഷെ ദൈവം എനിക്ക് വേണ്ടി ഒരു വീട് തൊടുപുഴയിൽ ഇറക്കി. അവിടെ വാടക മാത്രം അവർക്ക് മതി. അവരൊരു പേപ്പർ പോലും സൈൻ ചെയ്ത് മേടിച്ചില്ല, ഡെപ്പോസിറ്റ് മേടിച്ചില്ല. ഒരിക്കലും കാണാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിന് നിന്ന് അങ്ങനെ ഒരു വലിയ ഒരു കരുതൽ. അപ്പം ദൈവത്തിൻ്റെ കരുതൽ എത്ര വലിയതാണ് എന്ന് ഒന്നുകൂടെ വിശ്വസിക്കാനും. അത് കഴിഞ്ഞാണ് മോന് ശമ്പളമായി പിന്നെ വാടകകളൊക്കെ കൊടുക്കാൻ ഒരു 8 മാസം ആരുമില്ലാതെ ഒരു ഏകാന്തത ഉണ്ടായിരുന്നു. കാരണം വീട്ടുകാർ പ്രിയപ്പെട്ടവരാരും അന്വേഷിക്കുന്നില്ല. എല്ലാം ഞങ്ങൾ അവിടെ തന്നെ അങ്ങനെ. ഏതെങ്കിലും സഭയായിട്ട് അന്നേരം ബന്ധപ്പെട്ടായിരുന്നു? അല്ല, സമയത്ത് വന്നില്ല. ഞാനത് ദൈവത്തിൻ്റെ ഒരാലോചനയ്ക്ക് വിട്ടു. അങ്ങനെയാണ് ഒരു 2-3 മാസം അവിടെ നിന്ന് ഒരു മെയ് മാസമൊക്കെ ആയപ്പോഴാണ് ജക്സി പാസ്റ്റർ, നമ്മുടെ മാർനാഥ ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ പാസ്റ്റർ, എൻ്റെ ഒരു അളിയനാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ, എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോളാണ്, ഞാൻ അനിയത്തിയുടെ മോനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങിയെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഒരു 3 മാസത്തെ വിസയ്ക്ക് ദുബായി കൊണ്ടുപോയി. ഈ ശുശ്രൂഷയുള്ളവർക്ക് കാണുവാൻ പഠി. ആ 3 മാസം കഴിഞ്ഞ് ഒരു ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിച്ചു, എറണാകുളത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, എനിക്കൊരു മിനിസ്ട്രി വേണം, അത് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് സത്യത്തിൽ സഭയുടേതായ രീതികളെ എന്നെ അറിയത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. ഞാൻ ദൈവത്തിൻ്റെ ആലോചന കേട്ട് എനിക്ക് കാക്കനാട് പോയി താമസിച്ചുകൊണ്ട് അവിടെ ഒരു മിനിസ്ട്രി ആരംഭിച്ചു. അതിപ്പോഴും ദൈവകൃപയാൽ നന്നായിട്ട് പോകുന്നുണ്ട്. അത് ഒന്ന് ആരംഭം കൊടുക്കുവാൻ ദൈവം ഇടയാക്കി. ആ ഒരു കാര്യമാണ് മാർനാഥ ഫുൾ ഗോസ്പൽ ചർച്ചുമായിട്ട് ഞാൻ ബന്ധപ്പെടാനായിട്ടും ആ ശുശ്രൂഷ ഏറ്റെടുക്കുവാനും ഇടയായി. അതിനുശേഷം സ്വമേധയാ ഞാൻ ചോദിച്ചു, കോട്ടയത്ത് ഒരു മിനിസ്ട്രി ആരംഭിക്കാം, നമ്മുടെ മിനിസ്ട്രി ആരംഭിക്കാം എന്ന് പറയുകയും അതിനായിട്ട് ഞാൻ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അതാണ് മാർനാഥയുമായിട്ട് എനിക്കുള്ള പ്രത്യേകമായ ബന്ധം, അല്ലെങ്കിൽ ആ ഒരു ശുശ്രൂഷയ്ക്ക്. കോട്ടയത്ത് ഇപ്പോൾ എത്ര വർഷമായി? കോട്ടയത്ത് ഞാനിപ്പോൾ 2 മാസമേ ആയുള്ളൂ അവിടുത്തെ മിനിസ്ട്രി ഒരു കെട്ടിടം കിട്ടിയിട്ട്. അവസാനമായിട്ടൊരു ചോദ്യം കൂടെ. ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചു, സ്നാനപ്പെട്ടു, ശുശ്രൂഷ രംഗത്ത് ഒരു കൈത്താങ്ങൽ ജക്സി പാസ്റ്ററിൽ നിന്ന് ലഭിച്ചു, അങ്ങനെ ശുശ്രൂഷ രംഗത്ത് മുന്നോട്ട് പോകുന്നു. എപ്പോഴെങ്കിലും ഈ ചെയ്തത് അബദ്ധമായിപ്പോ എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? ഞാൻ ഇന്ന് തൻ്റെ ഇടത്തോടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ടും ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് വരെ, ഈ നിമിഷം വരെ, ഇപ്പോൾ ഏതാണ്ട് ഒരു 10 വർഷം കഴിഞ്ഞ് ഞാൻ സ്നാനപ്പെട്ടിട്ട് ഇന്ന് വരെ ഒരു പശ്ചാത്താപമോ അല്ലെങ്കിൽ ചെയ്തത് അബദ്ധമായെന്നോ അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നെന്നോ. കാരണം അവിടെ എനിക്ക് നല്ല പദവികൾ കിട്ടുമായിരുന്നു, മുന്നോട്ടും ചില പദവികൾ കിട്ടാമായിരുന്നു. പക്ഷേ അതൊന്നും എന്നെ, ഈ പദവികളൊന്നും എന്നെ ഒരിടത്തും തറച്ച് നിർത്താനായിട്ട് പറ്റത്തില്ലായിരുന്നു, അത് സഭയിലായിരുന്നപ്പോഴും. അതുകൊണ്ട് ഒരു കാര്യത്തിൽ ധൈര്യമായിട്ട് പറയാം, എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. എനിക്കിതുവരെ ഈ ചെയ്തത് തെറ്റായിപ്പോയെന്നോ അബദ്ധമായെന്നോ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല, തോന്നിയിട്ടില്ല, പറയാൻ ഇടയാക്കിയിട്ടില്ല, ഇനിയും ഇടയാക്കത്തുമില്ല. ആ നല്ല കർത്താവിനെയാണ് ഞങ്ങൾ കുടുംബമായിട്ട് സേവിക്കുന്നത്. അതിനാണ് ദൈവം സഹായിക്കുന്നതെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഈ അവസരം തന്ന അതിന് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പ്രിയ ബിജു അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളാണ്. CSI സഭയിലെ വൈദികനായി 28 വർഷങ്ങൾ ശുശ്രൂഷിച്ചാനന്തരം സ്നാനപ്പെടുകയും ഇപ്പോൾ മാരനാഥ ഫുൾ ഗോസ്പൽ ചർച്ചിനോട് ചേർന്ന് കോട്ടയത്ത് സഭാ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ദൈവം അദ്ദേഹത്തെ വിളിച്ച് ഇറക്കിയതിൽ, വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് താൻ വെച്ചതിൽ ഇപ്പോഴും അഭിമാനത്തോടെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ അദ്ദേഹം തയ്യാറായിരിക്കുന്നു. പൗരോഹിത്യം ഉപേക്ഷിച്ചിറങ്ങുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പക്ഷേ വളരെ ഉറപ്പോടെ അതിനുവേണ്ടി തയ്യാറായ ദൈവദാസനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെയും നിങ്ങൾ വീണ്ടും ഓർക്കുക. ഇതുപോലുള്ള നല്ല സാക്ഷ്യങ്ങൾ തുടർന്നും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.